മുറിക്കകത്ത് എങ്ങും നിശബ്ദത. ഒരു മുട്ടുസൂചി വീണാൽ അത് പെട്ടെന്നറിയും. കറണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂടറിഞ്ഞു തുടങ്ങി. മാർച്ച് മാസമാണല്ലോ, ഇനിയൊന്നും പറയണ്ട. ഞാൻ പതുക്കെ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരി ഊതിക്കെടുത്തി കട്ടിലേക്ക് ചാഞ്ഞു. നിഷ, മോളെ നീ കിടന്നോ? പെട്ടെന്നുള്ള അമ്മയുടെ വിളി കേട്ട് ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ദേ അമ്മ, ഞാൻ കിടന്നു. സമയം അപ്പോൾ 11 മണി കഴിഞ്ഞ് കാണും. മുറിയിലെ ഇരുട്ടിൽ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. കണ്ണടച്ചു കിടന്നാൽ എങ്ങനെയാണോ ആ ഇരുട്ട്, അതുപോലെ തന്നെയായിരുന്നു മുറിക്കകത്തും ഇരുട്ട്. ആ ഒരു സമയം പെട്ടെന്നൊന്നും എൻ്റെ കാലിൽ അനങ്ങുന്നത് പോലെ ആദ്യം തോന്നി. ഞാൻ ഒന്നും അറിയാത്തതുപോലെ കിടന്നു. പിന്നെയും കട്ടിലിൻ്റെ സൈഡിൽ എന്തോ ഒന്ന് അനങ്ങുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഇനി വല്ല പൂച്ചയോ എലിയോ മറ്റോ ആണെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ കാലിൽ ഒരു വിരൽ സ്പർശം. ഞാൻ പെട്ടെന്ന് കാല് വലിച്ചിട്ട് വെപ്രാളത്തോടെ ചോദിച്ചു, ആരാണ് ആരാണിത്? ആ നിമിഷം മറ്റൊരാളുടെ കാലിൻ്റെ വെള്ള തറയിൽ ഒട്ടുന്നത് പോലുള്ള ഒരു ശബ്ദം. ഞാൻ എൻ്റെ വായിൽ നിറഞ്ഞ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അമ്മേ കള്ളൻ എന്നുറക്കെ വിളിച്ചു. ആ നിമിഷം തന്നെ പെട്ടെന്ന് അയാൾ എന്നെ ബെഡിലേക്ക് വലിച്ചു കിടത്തി. ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്ന എൻ്റെ വായിൽ പൊത്തിപ്പിടിച്ച ശേഷം അയാൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഞാൻ കള്ളനൊന്നുമല്ല. അത് പറയുമ്പോഴും ഞാൻ പൊത്തിയ വായിൽ ഉറക്കെ വിളിക്കുന്നുണ്ട്, കള്ളൻ കള്ളനെന്ന്. പക്ഷേ എൻ്റെ ശബ്ദം പുറത്തു വരുന്നില്ലായിരുന്നു. ഞാനിവിടെ വീട് മാറി കയറിയതാണ്. എനിക്കൊരാളെ കാണാനുണ്ട്. അയാളെ കാണാൻ മാത്രമാണ് ഞാൻ ഈ രാത്രി വന്നത്. അയാൾ അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ വായിൽ നിന്നും അയാളുടെ കൈ തട്ടി മാറ്റി വീണ്ടും ഉറക്കെ വിളിച്ചു. ആ നിമിഷം അയാൾ എൻ്റെ വായിൽ പൊത്തിപ്പിടിച്ച് പറഞ്ഞു, എന്നെ വിശ്വസിക്കൂ, ഞാൻ കള്ളനൊന്നുമല്ല. ദയവ് ചെയ്ത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത്. പെട്ടെന്ന് അതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു. ഞാൻ ഉറക്കെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത്? ഞാനത് ചോദിക്കുമ്പോൾ അയാൾ ഒരു നിമിഷം നിശബ്ദമായി. ഇവിടെ താമസിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ, അയാളെ കാണാൻ മാത്രമാണ് ഞാൻ വന്നത്. നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് മീര എന്നൊരു പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നു. ഞാൻ അവളെ കാണാൻ വേണ്ടി മാത്രം വന്നതായിരുന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റി മാസങ്ങളോളം ഞാൻ ആശുപത്രിയിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടില്ല. അയാൾ അത്രയും പറയുമ്പോൾ ഞാനൊന്ന് നിശബ്ദമായി. കാരണം ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി, മീര, അവൾ മരിച്ചു പോയെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ നിശബ്ദമായി നിൽക്കുമ്പോൾ അയാൾ വീണ്ടും എന്നോട് പറഞ്ഞു, അവളെക്കുറിച്ച് ഒരറിവുമില്ല. ഞാൻ വീട്ടിൽ എപ്പോഴും കയറുന്നത് പോലെ വന്ന് കയറിയതാണ്. പിന്നീടാണ് മനസ്സിലായത് ഞാൻ കാണിച്ചത് അബദ്ധമാണെന്ന്. നിങ്ങൾ ഈ കിടക്കുന്ന മുറി അത് അവളുടേതായിരുന്നു. ഇവിടെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ധൈര്യമായിട്ട് വരാം. അതാണ് ഞാൻ ഇപ്പോഴും അബദ്ധം കാണിച്ചതും. ഞാൻ അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു നിമിഷം നിശബ്ദമായി കേട്ടു. ഞാനും അയാളും തമ്മിൽ എൻ്റെ ബെഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വെറുതെ ഒരാൾക്ക് പ്രതീക്ഷ കൊടുക്കണ്ട എന്ന പോലെ എനിക്ക് തോന്നി തുടങ്ങി. നിങ്ങൾ പറയുന്ന ഈ ഒരാൾ, മീര, അവൾ ഇനി തിരിച്ചു വരില്ല. അവൾ മരിച്ചു പോയെന്ന് ഇവിടുത്തെ ഹൗസ് ഓണർ പറഞ്ഞിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അയാൾ കരയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പൊട്ടി കരയാൻ തുടങ്ങി. ഞാൻ അയാളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നിർത്തി, അതെ, നിങ്ങളൊന്ന് കരയാതിരിക്കൂ. പിന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകാൻ നോക്ക്. ആരെങ്കിലും കണ്ട ഇനി അത് മതി. ആ നിമിഷം തന്നെ പുറത്തെ ജനാലക്കരികിൽ ആരോ ഒരാൾ, ദേ ഇവിടുന്ന് ആ ശബ്ദം കേട്ടത്, ആരടത്, ഇറങ്ങി വാടാ. ജനാലക്കരികിൽ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അമ്മ വാതിൽ മുട്ടി. നിഷ, എന്തു പറ്റി മോളെ, നീ വാതിൽ തുറന്നേ. ആ സമയം തന്നെ ഞാനൊന്ന് പരിഭ്രമിച്ചു. നിങ്ങൾ കള്ളനാണെന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്നവർ എല്ലാവരും കൂടി നിങ്ങളെ തല്ലിക്കൊല്ലും. ഇനി നിങ്ങൾ ശരിയായ കാര്യം പറഞ്ഞാൽ അവരത് വിശ്വസിക്കത്തുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിമിഷം ആലോചിച്ചു. ആ ആലോചന സമയത്ത് തന്നെ കരണ്ടും വന്നിരുന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് കതക് തുറന്നു. ആ നിമിഷം അയാളും എൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട അമ്മ ഒന്ന് അമ്പരന്നു. ആ നിമിഷം തന്നെ പിറകിൽ നിന്ന് ഒരാൾ വന്ന് അയാളുടെ ഷർട്ടിന്റെ കോളർ പിടിച്ചു. കക്കാൻ കയറിയതാണോടാ എന്ന് ചോദിച്ച് അടിയോടടി. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ, അയാൾ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല. ഞാനത് പറയുമ്പോൾ എല്ലാവരും അടി നിർത്തി എൻ്റെ മുഖത്തേക്കായി നോട്ടം. എത്ര കാലമായിടി കൊച്ചേ ഈ ഡിംഗോൾഫി തുടങ്ങിയിട്ട്? അതിലൊരുത്തൻ്റെ ചോദ്യം കേട്ട് എനിക്ക് ചൊറിഞ്ഞു വന്നെങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല. ഇതിവിടെ നടക്കത്തില്ല. മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. വെറുതെ അവർക്കൂടെ ചീത്തപ്പേരുണ്ടാക്കാൻ ഇറങ്ങിക്കോളൂ ഓരോന്ന്. ഞാനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു വാടക വീട്ടിൽ അവരുടെ കുറ്റപ്പെടുത്തുകൾ അതിനു മുന്നിൽ അമ്മ കണ്ണീർ കൊണ്ട് തലകുനിച്ചു. അയ്യോ ചേട്ടാ, ഞാനിവിടെ താമസിക്കുന്ന മീര എന്നൊരു പെൺകുട്ടിയെ കാണാൻ വന്നതാ. അല്ലാതെ ഇവരുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല.
അയാൾ അത് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുച്ഛമായിരുന്നു. മീര മരിച്ചിട്ട് മാസങ്ങളായടാ. നീ വേറെ ഏതെങ്കിലും പേര് പറ. അവളിവിളുമാരെ പോലെ അങ്ങനെ ഒരുത്തിയല്ല. എടാ ബിനീഷേ, നീ പോയി പോറ്റിയുടെ കടയിൽ നിന്ന് 2 മാല വാങ്ങിച്ചോണ്ട് വാ. പിന്നെ പിരിവിട്ടായാലും വേണ്ടിയില്ല, ഒരു കുഞ്ഞു താലിയും. ഇതൊന്നും അങ്ങനെ വിട്ടാ പറ്റില്ല. കല്യാണം കഴിച്ചിട്ട് അവർക്ക് തോന്നുന്ന പോലെ കാണിക്കട്ടെ, വെറുതെ നാട് മോശമാക്കാനായിട്ട്. എന്റെ പൊന്നി ചേട്ടാ, എനിക്ക് ഇയാളെ അറിയത്ത പോലുമില്ല. ഞാൻ അറിയാത്ത ഒരാളെ എങ്ങനെ വിവാഹം കഴിക്കണമെന്നാണ്? എടി കൊച്ചേ, നീ തന്നെയല്ലേ പറഞ്ഞേ ഇവൻ കള്ളനൊന്നും അല്ലെന്ന്? കള്ളനൊന്നും അല്ലാത്തവൻ നിന്റെ കട്ടിലിന്റെ അടിയിൽ എങ്ങനെ കയറിയിരുന്നു? ഞങ്ങളെ വെറുതെ നീ പൊട്ടന്മാരാക്കണ്ട. കേട്ടല്ലോ? കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പോലെ തോന്നിയപ്പോൾ ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എനിക്കൊന്നും അറിയില്ല. അമ്മയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ. പെട്ടെന്ന് അമ്മയുടെ കൈപ്പത്തി ആദ്യമായിട്ട് എൻ്റെ കവിളിൽ പതിഞ്ഞു. ആ നിമിഷം എൻ്റെ തലയിൽ എന്തോ പോലെ, കണ്ണുകൾ മങ്ങി വരുന്നത് പോലെ. ഞാൻ ആ ഒരു ഒറ്റയടിയിൽ വീടിൻ്റെ വാതിൽ തന്നെ ഇരുന്നു. പച്ചയായ ഭാഷയിൽ അമ്മ പോലും എന്നെ തെറി പറയുന്നുണ്ടെങ്കിലും മരവിച്ച മനസ്സും വേദനയുമായി ഞാൻ ഒന്നും അറിയുന്നില്ലായിരുന്നു. ഞാൻ ആ ഒറ്റ ഇരിപ്പിരിക്കുമ്പോഴും അയാൾ അവരോട് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരോ ഒരു സ്ത്രീ എൻ്റെ തോളിൽ വന്ന് തട്ടി. കൊച്ചേ, ഒന്ന് എഴുന്നേറ്റേ, വാ അങ്ങോട്ട്. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഏകദേശം നേരം പുലരുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മ തൊട്ടടുത്തായി ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. നിലവിളക്കിന് അരികിലായി നിൽക്കുന്ന സ്ത്രീകളുടെ മുഖത്ത് മൂക്കിൽ കൈവച്ച ഒരു ചിരിയുണ്ടായിരുന്നു. നാണവും മാനവുമില്ലാതെ ഒരുത്തന്റെ കൂടെ രാത്രിയിൽ കൈയോടെ പിടിച്ച അഹങ്കാരിയെ കണ്ടോ എന്ന ഭാവമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. ഇത് തീർച്ചയായും സ്നേഹമോ നാടിനുള്ള പ്രതിബദ്ധതയും കൊണ്ട് നടത്തുന്നതല്ല. സ്വന്തമായി ജോലിക്ക് പോയി സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു പെണ്ണിനോട് എന്ന വൈരാഗ്യം നാട്ടുകാർക്കിടയിൽ പുറത്ത് കാണിക്കാത്തതെന്ന പോലെ തന്നെയുണ്ട്. ഞാൻ മെല്ലെ നടന്ന് തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞു വീട്ടിലേക്ക് നടന്നു. അവിടെ നിന്ന് എന്നെ സാരി ഉടുപ്പിച്ചതും മുഖം വൃത്തിയാക്കി തന്നതും തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയായിരുന്നു. അവർ കണ്ണെഴുതി എന്നെ സുന്ദരിയാക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും അറിയാതെ ഒരു ഇറ്റ് കണ്ണുനീർ പൊഴിഞ്ഞു. ഇപ്പൊ മോങ്ങിയിട്ട് എന്ത് കാര്യമാണോ കൊച്ചേ? വല്ലവന്റെ കൂടെ പോകുമ്പോൾ നീ ആലോചിക്കണമായിരുന്നു. അത് കേട്ട സമയം തന്നെ ഞാൻ ആ സ്ത്രീയെ പിടിച്ച് തള്ളി. ആ നിമിഷം തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ലായിരുന്നു. ആരൊക്കെയോ ചേർന്ന് എന്നെ പിടിച്ചൊരു പീഠത്തിലിരുത്തി. കണ്ണുകൾ തുറന്നിരിക്കുകയാണെങ്കിലും പകുതി ബോധം മാത്രമുള്ള ഞാൻ എപ്പോഴോ ഒരു വലിയ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ എൻ്റെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടു തരുന്ന ആ ഒരു പുരുഷനെയാണ് ഞാൻ കാണുന്നത്. ഇരുട്ടിൻ്റെ മറവിൽ അയാളുടെ ശബ്ദവും ചൂടും എനിക്കറിയാമായിരുന്നിട്ടും എങ്കിലും പകലിൻ്റെ വെളിച്ചത്തിൽ അയാളെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അയാളുടെ കൈകൾ എൻ്റെ പിൻകഴുത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മുഖത്ത് പോലും നോക്കാതെ വന്ന ആ നിമിഷം കഴുത്തിൻ്റെ പിൻഭാഗങ്ങളിൽ ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെട്ടു. അത് താലിച്ചരടിന് തുമ്പിൽ പറ്റിയ ഒരു ചെറിയ കുളിർ മാത്രമായിരുന്നു. അയാൾ ആ താലിച്ചരട് 3 വട്ടം കൂട്ടിക്കെട്ടി എന്നെ വരണമാംഗല്യം അണിയിച്ചിരിക്കുന്നു. പീഠത്തിന് ചുറ്റും കൂടി നിന്ന നാട്ടുകാർ കൊട്ടും കുരവയിട്ട് ആ ഒരു നിമിഷം എന്തെല്ലാമോ കാണിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിലത്തിട്ട് ഉരയ്ക്കാൻ തോന്നി. പെട്ടെന്നാരോ ഉറക്കെ വിളിച്ച് പറഞ്ഞു, രണ്ടുപേരും എഴുന്നേറ്റ് ആ പീഠത്തിന് ചുറ്റും വലം വയ്ക്കാൻ. ആ ഒരു പീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കണ്ണുനീർ ഒലിപ്പിച്ച് നിൽക്കുന്ന അമ്മ വന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈകൾ പിടിച്ചു തന്നു. ഈ ഒരു നിമിഷം എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ നടന്നു പോകുന്നത് എന്ന് പോലും അറിയാതെ ഞാൻ മരവിച്ചു നിന്നു. കാര്യങ്ങളെല്ലാം നല്ലതുപോലെ നടന്ന സ്ഥിതിക്ക് ചെക്കനും പെണ്ണും ചെക്കൻ്റെ വീട്ടിലേക്ക് തന്നെ പോകട്ടെ, അതല്ലേ നല്ലത്. വേലി ചാടി കെട്ടിയതായതുകൊണ്ട് വീട്ടിൽ കയറ്റാൻ കുറച്ച് പാടായിരിക്കും. നമുക്ക് തന്നെ അവർ വീട്ടിലേക്ക് കൊണ്ടാക്കാം, എന്തേ? നാട്ടുകാർ അവർ തമ്മിൽ പരസ്പരം പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖത്ത് നല്ലപോലെ ഭയവും വിഷമവും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വിവാഹം എന്നാൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയൊരു വിവാഹം കിട്ടുന്നത് എനിക്ക് മാത്രമേ കാണൂ. ഇത് ഈ ഒരു കഥയുടെ ആദ്യ ഭാഗമാണ്. ഇനി അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.